ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു കുട്ടി സർപ്രൈസ് ഉണ്ടെന്ന്. ആ കുട്ടി സർപ്രൈസിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പൊ ചേട്ടൻ എക്സൈറ്റഡ് ആണ്. അപ്പൂസും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അപ്പൂസ് ഇന്ന് നമ്മുടെ കൂടെ വരുന്നില്ല, കാരണം നാളെ സ്കൂളിൽ പോകണം. പിന്നെ യാത്ര ഇന്നലെ പോയതിൻ്റെ എറണാകുളം പോയതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നില്ല. അപ്പം നേരെ പോവാം. ഇന്നിപ്പോൾ സമയം 6:28 ആയിട്ടോ. 8:30 ആകുമ്പോഴത്തേന് എത്തുമെന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് നേരെ പോവാം. കഴിഞ്ഞ ദിവസം ഫുൾ ഡേ ലുലുമാളി കറങ്ങിയതിന്റെ ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും രാവിലെ തന്നെ എണ്ണീറ്റ് എക്സൈറ്റ്മെന്റിൽ റെഡി ആയായിരുന്നു. പിന്നെ സൺഡേ രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിൽ വണ്ടിയും കുറവായിരുന്നു. അതുപോലെ വെയിലുറയ്ക്കുന്നതിന് മുമ്പ് തണുത്ത കാറ്റും കൊണ്ട് വഴിയിലെ കാഴ്ചയും കണ്ട് മെലഡി പാട്ടുകളും കേട്ടുകൊണ്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫീലിംഗ് ആണ്. കൊച്ചു വെളുപ്പം കാലത്ത് നീയൊക്കെ ഇത് എങ്ങോട്ടാണെന്ന് ചോദിക്കുന്ന മട്ടിലാണ് സൂര്യൻ പതുക്കെ തലപൊക്കി നോക്കുന്നത്. എത്താറായിട്ടുണ്ട്. ആന്റി അങ്കിളുടെ വീട്ടിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പം വഴി കാണാം. ഈ കൂട്ടത്തിൽ ഒരാളാണ് ഞങ്ങളുടെ സർപ്രൈസ്. 2 മാസം മുന്നെയാണ് ലളിതാന്റിയുടെയും ജോണിക്കുട്ടിയങ്ങളുടെയും വീട്ടിൽ ലാബ് പ്രസവിച്ചെന്ന് പറഞ്ഞത്. ശരിക്കും മമ്മിയുടെ അടുത്താണ് ഈ കൂട്ടത്തിൽ ഒരാളെ വേണോന്ന് ആന്റി ചോദിച്ചത്. മമ്മിക്ക് താല്പര്യമില്ലാത്തോണ്ട് ആ ഗ്യാപ്പിൽ ഞാൻ അങ്ങ് ഇടിച്ചു കയറി. ഒരാളെ ഞങ്ങൾക്ക് വേണോന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ 2 മാസം കഴിഞ്ഞ് പാലുമൊക്കെ കുടിച്ച് അവർ സെറ്റ് ആയപ്പോഴേക്കാണ് ഞങ്ങൾ ഒരാളെ എടുക്കാൻ വന്നത്. ഇവരെ കാണാനല്ല ഒരുപോലെയാണ്, ഇവരുടെ കളി കാണാനും നല്ല രസമുണ്ട്. ആന്റിക്കും അങ്കിളിനും ഇവരെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. 2 മാസം കൊണ്ട് അമ്മയുടെ പാലും ആന്റിയുടെ ഫുഡും ഒക്കെ കഴിച്ച് നല്ല തക്കട് കുട്ടന്മാരായിട്ടായിരുന്നു എല്ലാവരും ഇരുന്നത്. കൺഫ്യൂഷനിൽ ഒരാളെ ഞാൻ പിക്ക് ചെയ്തു. ഇതാണ് നമ്മൾ പറഞ്ഞ സർപ്രൈസ്. കണ്ടോ? പേര് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് തീരുമാനിക്കാം. അപ്പൂസ് പോകുന്ന വഴിക്കൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, എപ്പോ എത്തും, പപ്പീനെ കിട്ടിയോ, എന്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അപ്പു ഭയങ്കര എക്സൈറ്റഡാ. കാറി കയറിയിട്ട് ഉടനെ വിളിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി വിളിക്കണം. അയ്യോടാ ഒക്കെ വെന്നിടാ. ഞങ്ങൾ 6 പേരോളം ഉണ്ടായിരുന്നേ. അതിലൊരാളാണ് ഇവൻ. ഇച്ചിരി പൂച്ചക്കണ്ണൊക്കെ ഇല്ലേ, നോക്കി മൂക്ക് കണ്ടോ, ഒരു ഇച്ചിരി പിങ്ക് ഷെയ്ഡൊക്കെ ആയിട്ട്. അയ്യോ നല്ല രസമുണ്ടല്ലേട്ടെ. പേര് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് തീരുമാനിക്കാം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സർപ്രൈസ് അല്ലേ? ഇവനെ ബാക്കിയുള്ളവരെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിന്റെ ഒരു വിഷമവും ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉറക്കവും വരുന്നുണ്ടെന്ന് തോന്നല്ലേ? വലിയ കാര്യത്തിലിരുന്ന് സംസാരിക്കുന്നുണ്ട്, പക്ഷെ മൈക്ക് ഓണാക്കിയില്ല എന്നുള്ളതാണ് സത്യം. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ ഈ കുഞ്ഞതിഥിയെ വീട്ടുകാരെ ഫോൺ വിളിച്ച് കാണിച്ചു. ആദ്യമേ കർട്ടൻ ബോക്സിലൊക്കെ വെച്ചെങ്കിലും ആള് മടിയിലിരുന്നപ്പോഴാ കംഫർട്ടബിൾ ആയി. പോകുന്ന വഴിക്ക് എല്ലാം നല്ല ഉറക്കമായിരുന്നു. പിന്നെ അപ്പൂനെ വിളിച്ചപ്പോൾ അപ്പു പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയ ഉടനെ തന്നെ അപ്പൂന്റെ മടി വെച്ച് തരണേന്ന്. ഇത് കണ്ടോ, മുകളിൽ കയറിയിരിക്കുന്നേ കണ്ടോ? താഴെ ഒന്നും ഇരിക്കുന്നില്ല, മുകളിൽ ഒക്കട്ടാണ് അള്ളി അള്ളി കയറുക. ഇവന്റെ അപ്പുച്ചേട്ടന്റെ എല്ലാ തരികടെ അറിയാൻ തോന്നുന്നു. ഇതിനിടയ്ക്ക് വണ്ടി ഓടിക്കുന്ന ചേട്ടനെ ഒന്ന് നക്കി സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. എവിടെ ഇവിടെ അമ്മ എടുത്തോ? അമ്മ അവനെ ആൾക്കാരെയൊക്കെ കണ്ടിട്ട് പുതിയത് അവനെ ഇങ്ങോട്ട് എടുക്കും. അങ്ങനെ ഞങ്ങൾ അവസാനം വീട്ടിലെത്തി. കേറി തലയിൽ കയറുകയെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ദേ ഇപ്പൊ കണ്ടു. നാളെ ഇവൻ എന്നോട് പിണങ്ങിയാൽ അടിക്കാനുള്ള ഡയലോഗ് റെഡിയാണ്. തലയിൽ വെച്ച് അല്ലേടാ ഞാൻ നിന്നെ നോക്കിയതെന്ന്. പുതിയ സ്ഥലം ആയതുകൊണ്ട് തന്നെ അവൻ പേടിച്ചാണ് നിൽക്കുന്നത്. പിന്നെ ആള് കുഞ്ഞുമല്ലേ. ഫസ്റ്റ് തന്നെ ഫുഡൊന്ന് കൊടുത്തു നോക്കി, കഴിച്ചില്ല. കഴിഞ്ഞ ദിവസം തന്നെ മാളിൽ കയറിയപ്പം ഇവന് വേണ്ട ബൗളും ചൂ ടോയ്സും ലീഷും ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. അപ്പൊ ഞങ്ങള് ഇവനെ പേരിടാൻ തീരുമാനിച്ചു. അപ്പൊ സ്നോയിന്ന് വേണോ ലക്കിന്ന് വേണോ എന്ന് തീരുമാനിക്കാൻ പോവുക. അപ്പൂസിന് ഏത് പേരാ ഇഷ്ടം?
ലക്കിയാ ഇഷ്ടം. അപ്പം ഞങ്ങൾ ലക്കീന്ന് പേരിടുക. അപ്പം ഇതാണ് ഞങ്ങളുടെ കുട്ടി ലക്കി. ആദ്യത്തെ പേടിയൊക്കെ തന്നെ ലക്കിക്ക് പെട്ടെന്ന് മാറി. പിന്നെ ആള് സെറ്റായി. അപ്പം ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കൂടി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പ്രീനി ആൻഡ് അപ്പു. ബൈ.